UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. LDFനാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വിധി നിർണയത്തിന് മെയ് 4 വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങളുടെ ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. വലിയ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടു കൂടെയുമാണ് ഇരു മുന്നണികളും നിലവിലെ ഘട്ടത്തിൽ കൂടുതൽ കരുത്തായി മുന്നോട്ട് പോകുന്നത്. നമ്മളോടൊപ്പം മഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും കുറഞ്ഞ ദിവസത്തെ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഫലം വരാനുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമ്മളോട് തന്നെ പറഞ്ഞത് മുമ്പ് പല തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ്. എങ്ങനെയാണ് ഇക്കുറി ആത്മവിശ്വാസം? ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നല്ല വലിയ ഭൂരിപക്ഷത്തോടു കൂടി മഞ്ചേരി മണ്ഡലത്തിൽ UDFന് ജയിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ടീം UDF വലിയ ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. കേരളത്തിൽ ഈ തവണ UDF അധികാരത്തിലെത്തും? തീർച്ചയായിട്ടും UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. LDFനാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. ടീം UDF എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി കേരളത്തിൽ എല്ലാ ജില്ലകളിലും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. മലപ്പുറത്ത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ 14-ൽ 16 സീറ്റും ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പറഞ്ഞതുപോലെ ഒരു വലിയ UDFന് അനുകൂലമായിട്ടുള്ള വലിയ ഓളം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ സംസാരത്തിനിടയിൽ വലിയ ഒരു ആത്മവിശ്വാസം വിജയിച്ച് കയറാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും ഭാവി മഞ്ചേരിയുടെ ഫ്യൂച്ചർ മഞ്ചേരിക്ക് വേണ്ടി എങ്ങനെയെല്ലാം താങ്കൾ ഇടപെടും? മഞ്ചേരിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. UDFന്റെ മുസ്ലിം ലീഗിന്റെ MLAമാരൊക്കെ തന്നെ വളരെ നന്നായി ശ്രദ്ധിച്ച വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുള്ള മണ്ഡലമാണ് മഞ്ചേരി മണ്ഡലം. എന്നാൽ പുതിയ കാലഘട്ടത്തിൻ്റെ വികസനങ്ങൾ കൂടി സ്വാഭാവികമായിട്ട് മറ്റെല്ലാ സ്ഥലങ്ങളും എന്ന പോലെ മഞ്ചേരിയിലും ഉണ്ടാകണം. ഞങ്ങളുടെ കാഴ്ചപ്പാടതാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ വികസനത്തിലേക്ക് മഞ്ചേരിയെ നയിക്കുക. ഇപ്പോൾ IT കാലഘട്ടമാണ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. പുതിയ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ലോകത്താകെ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രതിഫലനം കൂടി ഉണ്ടാവുന്ന വിധത്തിൽ ഒരു ആധുനിക മഞ്ചേരിയാക്കി ഇതിനെ മാറ്റുന്ന വിധത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിധി നിർണയത്തിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് മഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള ചാനൽ 2 പ്രേക്ഷകരോട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേരിയുടെ സമഗ്രമായ വികസനത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കൂടി അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടെ അദ്ദേഹത്തിന് ഇക്കുറി വിജയിച്ച് കയറാമെന്ന് അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. ഉണ്ട കണ്ണുണ്ടായ പോര മോനെ, കാണണം MES ഒഫ്താൽമോളജി. അത് കറക്റ്റ്. കാണണം, നന്നായിട്ട് കാണണം. MES ഒഫ്താൽമോളജി, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.